എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇറിറ്റബിൾ ബowel സിൻഡ്രോം നമ്മുടെ വയറ് സംബന്ധമായ ഗട്ട് സംബന്ധമായ വളരെയധികം ആങ്സൈറ്റി ഉണ്ടാകുന്ന, വളരെയധികം ടെൻഷൻ ഉണ്ടാകുന്ന, നമ്മെ പുറമെ പോകാൻ ഒരു തരത്തിലും സഹായിക്കാത്ത, അനുവദിക്കാത്ത, ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന, ഇടയ്ക്കിടയ്ക്ക് ഡയറിയ, ലൂസ് മോഷൻ ഉണ്ടാകുന്ന, ഇടയ്ക്കിടയ്ക്ക് വയറിനകത്ത് വേദന ഉണ്ടാകുന്ന, അസിഡിറ്റി ഉണ്ടാകുന്ന, ഗ്യാസ് ഉണ്ടാകുന്ന, അങ്ങേയറ്റം വയറ് എപ്പോഴും നിറഞ്ഞിരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഇറിറ്റബിൾ ബowel സിൻഡ്രോം. അത്ര സിമ്പിളായിട്ടുള്ള പ്രശ്നമല്ല. ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു എന്നതിനർത്ഥം അത് സിമ്പിളാണ് എന്നല്ല. അതെൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളെയും ചിരിച്ചുകൊണ്ടേ നേരിടാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. എൻ്റെ മുഖത്ത് സീരിയസ്നെസ് വന്നില്ല എന്നതിനർത്ഥം ഇറിറ്റബിൾ ബowel സിൻഡ്രോം സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല എന്നല്ല. അത് അനുഭവിക്കുന്നവർക്ക് അത് ശരിക്കും സീരിയസ് ആയൊരു പ്രശ്നമാണ്. എനിക്ക് നല്ലപോലെ മനസ്സിലാവും. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകേണ്ടി വരുന്നു, ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ വരുന്നു, കോൺസ്റ്റിപ്പേഷൻ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് വയറ് ബ്ലോട്ടിങ് നിറഞ്ഞ പോലെ തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം വരുന്നു, ഈ ഏമ്പക്കം എല്ലാം തികട്ടി പുറത്തേക്ക് വരുന്നു, തൊണ്ടയിൽ എരിവ് വരുന്നു. ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാമാണ് ഇറിറ്റബിൾ ബowel സിൻഡ്രോം. ഈ ഇറിറ്റബിൾ ബowel സിൻഡ്രോമിന് രണ്ട് ആംഗിളുണ്ട്. ഒന്ന് ശാരീരികമായിട്ടുള്ള ആംഗിളും മറ്റൊന്ന് മാനസികമായിട്ടുള്ള ആംഗിളും. സ്ട്രെസ്സ് കൂടുമ്പോഴെല്ലാം ഇറിറ്റബിൾ ബowel സിൻഡ്രോം കൂടുന്നതായിട്ടാണ് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പോൾ ഇറിറ്റബിൾ ബowel സിൻഡ്രോം കൺട്രോൾ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനമായി ആവശ്യം സ്ട്രെസ് മാനേജ്മെൻറ്റ് തന്നെയാണ്. ബാക്കിയുള്ള കാര്യം, അതായത് ജനറലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളുണ്ടാവാം. അതിൻ്റെ കുടലിൻ്റെ ലൈനിങ്ങിലെ പ്രശ്നങ്ങൾ വരാം, അൾസറിൻ്റെ പ്രശ്നങ്ങൾ വരാം. ഇതെല്ലാം കൃത്യമായ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ ചികിത്സയിലൂടെ നമുക്ക് പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരാനാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ നോക്കേണ്ടത് നമ്മുടെ മാനസികമായിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായ അവബോധം നമുക്ക് എല്ലാവർക്കും വേണം. നമ്മുടെ വയറും നമ്മുടെ തലച്ചോറിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നെർവസ് സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഗട്ടിലാണ്, അതായത് നമ്മുടെ സ്റ്റൊമക്കിലാണ്, വയറിലാണ് എന്നർത്ഥം. അതുമാത്രമല്ല, സെറോട്ടോണിൻ എന്ന് പറയുന്ന കെമിക്കലും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ വയറ്റിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മനസ്സും വയറും തമ്മിലുള്ള ബന്ധം. സെറോട്ടോണിൻ എന്ന് പറയുന്ന കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ, അതല്ലെങ്കിൽ അതിന് ഉയർച്ച താഴ്ചകൾ വരുമ്പോൾ നമുക്ക് മൂഡിലെ പ്രശ്നങ്ങൾ വരുന്നു. അതായത് നമ്മുടെ മൂഡ് മോശമാവുന്ന ഒരവസ്ഥ വരും. ഡിപ്രഷൻ എന്ന് വിളിക്കാനായിട്ടില്ല. മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഡിപ്രഷൻ എന്നല്ല അതിനർത്ഥം. പക്ഷേ ഡിപ്രഷൻ്റെ ചില ലക്ഷണങ്ങൾ അവിടെ കാണിക്കാൻ തുടങ്ങുന്നു എന്നർത്ഥം. അപ്പോൾ ഈ നമ്മുടെ വയറും നമ്മുടെ മനസ്സും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് മോശമായാൽ വയറ് മോശമാവുന്നു. ടെൻഷൻ കൂടിയാൽ അസിഡിറ്റി വരും, സ്ട്രെസ്സ് കൂടിയാൽ അസിഡിറ്റി വരും, ദഹനത്തിൽ ബുദ്ധിമുട്ടുകൾ വരും. ആങ്സൈറ്റി കൂടിയാൽ ദഹന പ്രക്രിയ കുളമാവും. ആങ്സൈറ്റി വന്നാൽ കോൺസ്റ്റിപ്പേഷൻ വരും. ആങ്സൈറ്റി വന്നാൽ പൈൽസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഈ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കൺട്രോൾ, അതായത് നമ്മുടെ മനസ്സിൻ്റെ കൺട്രോളിലാണ്, സ്ട്രെസ്സിൻ്റെ കൺട്രോളാണ്. രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇറിറ്റബിൾ ബowel സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളായ കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിലും, ലൂസ് മോഷൻ ആണെങ്കിലും, വയറുവേദനയാണെങ്കിലും, ദഹന പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിലും, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും, ഇതെല്ലാം ബ്ലോട്ടിംഗ് പ്രശ്നങ്ങളാണെങ്കിലും, ഇതെല്ലാം മനസ്സുമായി നല്ല ബന്ധം പുലർത്തുന്നു. അവിടെ വരുന്ന സിംറ്റംസ് എല്ലാം നമ്മുടെ മനസ്സിനെ ഡിപ്രസ്ഡ് ആക്കുന്നു. ആങ്ഷ്യസ് ആയിട്ടുള്ള, ഡിപ്രസ്ഡ് ആയിട്ടുള്ള, പാനിക് ആയിട്ടുള്ള മനസ്സ് അവിടെയുള്ള സിംറ്റംസിനെ കൂട്ടുകയും ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങളിൽ കൺട്രോൾ വേണം. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ദയവ് ചെയ്ത് IBS ഉള്ളവർ ഈ വീഡിയോ മുഴുവനായും കാണണം. എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രശ്നമുള്ള പല കാര്യങ്ങളും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ പറയും എന്നെനിക്ക് ഉറപ്പാണ്. ഡയറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ ഫൈബർ റിച്ച് ആയ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് IBSൻ്റെ നല്ലൊരു റെമഡി. കാരണം ഫൈബർ റിച്ച് ആയ ഫുഡ് ദഹനത്തിന് എളുപ്പമാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാതിരിക്കുകയും ലൂസ് മോഷൻ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുവാൻ ഫൈബർ റിച്ച് ഫുഡ് സഹായിക്കുന്നു. അതാത് സീസണൽ കാലങ്ങളിൽ ലഭ്യമാകുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡയറ്റ്, ഫൈബർ റിച്ച് ഫുഡുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡയറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. വയറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒന്നും നമ്മൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്.
പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞ ഗുഡ് ബാക്ടീരിയകളുടെ നല്ല ബാക്ടീരിയയാണ് പ്രോബയോട്ടിക്സ്. ഈ പ്രോബയോട്ടിക്സ് ഉള്ള ഫുഡ്, തൈര് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈ പ്രോബയോട്ടിക്സ് നമുക്ക് ധാരാളം കിട്ടും. യോഗേർട്ട് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ കിട്ടും. അവ നമ്മൾ ധാരാളം ഉപയോഗിക്കുക. പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അവ വയറിന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. അതിന് പകരമാണ് നമുക്ക് തൈര് ഉപയോഗിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും പറ്റില്ല. അതല്ലെങ്കിൽ മോര് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല. മാംസപദാർത്ഥങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഇവയിലുള്ള പ്രോട്ടീൻ നമുക്ക് അത്യാവശ്യമാണ്. മീനിലുള്ള പ്രോട്ടീൻ നമുക്ക് അത്യാവശ്യമാണ്. മുട്ടയിലുള്ള പ്രോട്ടീൻ അത്യാവശ്യമാണ്. ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് നിങ്ങൾ കഴിക്കണം. ഫാറ്റും ഷുഗറും പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാടെ ഒഴിവാക്കുക. അവ നമുക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ കോഫിയുടെയും ഉപയോഗം വളരെയധികം കുറയ്ക്കുക. കഫൈൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ധാരാളം വെള്ളം കുടിക്കണം. ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഭാഗമാണ് വെള്ളം ധാരാളം കുടിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ ഫുഡ് ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതും ദഹന പ്രക്രിയയെ നല്ലപോലെ സഹായിക്കും. ഫുഡ് നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുക. ആൽക്കഹോൾ ഒഴിവാക്കുക. നിക്കോട്ടിൻ ഒഴിവാക്കുക. സിഗരറ്റ് വലിക്കരുത്. മദ്യപാനം അരുത്. ഇവ രണ്ടും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുക. ഭക്ഷണം കഴിക്കാതിരിക്കരുത്. സമയം തെറ്റി കഴിക്കരുത്. എല്ലാ ദിവസവും മിക്കവാറും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുവാൻ ശ്രമിക്കുക. അരയര മണിക്കൂർ ഗ്യാപ്പ്, അതായത് രാവിലെ 9 മണി എന്നുള്ള സമയം കൊടുത്താൽ 8:30 മുതൽ 9:30 വരെ, ഉച്ചയ്ക്ക് 2 മണി എന്നുള്ള സമയം കൊടുത്താൽ 1:30 മുതൽ 2:30 വരെ, രാത്രി 8 മണിക്ക് എന്നുള്ള സമയം കൊടുത്താൽ 7:30 മുതൽ 9:30 വരെ, ഈ സമയത്ത് 7 മുതൽ 8:30 വരെ ഈ സമയത്തിനകത്ത് ഫുഡ് കഴിക്കുവാൻ ശ്രദ്ധിക്കുക. രാത്രി ഫുഡ് കഴിക്കുന്നത് ഉറങ്ങുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ മുമ്പെങ്കിലും ആയിരിക്കണം. അതിനർത്ഥം രാത്രി 9 മണിക്ക് ഭക്ഷണം കഴിച്ച് രാത്രി 12 മണിക്ക് കിടക്കാം എന്നല്ല. നിങ്ങൾ 7 മണിക്ക് ഭക്ഷണം കഴിച്ച് 10 മണിക്കോ 10:30ക്കോ കിടന്നുറങ്ങുന്നതായിരിക്കും നല്ലത്. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എക്സസൈസ് ചെയ്യുന്നത് ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. നമുക്ക് ഉത്സാഹം തരുന്നു, ഉണർവും ഉന്മേഷവും തരുന്നു. അതിൻ്റെ കൂടെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുവാനും വളരെയധികം സഹായിക്കും. ദഹന പ്രക്രിയയും സഹായിക്കും. സ്ട്രെസ്സ് കുറയ്ക്കണം. അതിന് മെഡിറ്റേഷൻ ചെയ്യാം. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ സ്ട്രെസ്സ് ഈ മെഡിറ്റേഷൻ കൊണ്ട് വളരെയധികം കുറയും. ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെയോ അതല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയോ കണ്ട് നിങ്ങളുടെ വയറിൻ്റെ ദഹന പ്രക്രിയ പ്രോപ്പർ ആവാനും ഗ്യാസ് കുറയുവാനുമുള്ള മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുന്നത് വളരെയധികം ഗുണകരമാവും. അതിനുശേഷമാണ് നമ്മൾ മാനസികമായിട്ടുള്ള പ്രക്രിയയിലേക്ക് തിരിയേണ്ടത്.